എജ്യൂകേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം സ്മൃതി മന്ദാന. സ്മൃതി മന്ദാനയാണ് അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം. ISRO ചെയർമാനായി ചുമതലയേറ്റത് ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് ISRO ചെയർമാനായി ചുമതലയേറ്റത്. സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 3 IPL ടീമുകളെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ശ്രേയസ് അയ്യർ. ശ്രേയസ് അയ്യറാണ് 3 IPL ടീമുകളെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായത്. മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് കലാമണ്ഡലം ഗോപി. കലാമണ്ഡലം ഗോപിയാണ് മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത്. ദേശീയ മഞ്ഞൾ ബോർഡ് നാഷണൽ ടെർമറിക് ബോർഡിൻ്റെ ആസ്ഥാനം നിസാമാബാദ്. തെലങ്കാനയിലെ നിസാമാബാദിലാണ് നാഷണൽ ടെർമറിക് ബോർഡ്, ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ചത് കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ചത്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് K. അരവിന്ദാക്ഷൻ. ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം. K. അരവിന്ദാക്ഷനാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത്. 2025 നടന്ന പ്രഥമ ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു 2025 നടന്ന പ്രഥമ ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത്. 2025 അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് നിക്കി പ്രസാദ്. നിക്കി പ്രസാദാണ് 2025 അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത്. അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിനെ തുടർന്ന് 14 വർഷം തടവ് ലഭിച്ച മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ. ഇമ്രാൻ ഖാനാണ് അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിനെ തുടർന്ന് 14 വർഷം തടവ് ലഭിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് 2025 കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി നടന്നത്. അന്താരാഷ്ട്ര പുരുഷ T20 ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് അർഷദീപ് സിംഗ്. അർഷദീപ് സിംഗ് ആണ് അന്താരാഷ്ട്ര പുരുഷ T20 ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത്. 2025 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത് VM ഗിരിജ. ബുദ്ധപൂർണിമ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. VM ഗിരിജയാണ് 2025 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത്. നെൽകർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റി VK ബേബി കമ്മിറ്റി. VK ബേബി കമ്മിറ്റിയാണ് നെൽകർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റി. ഇൻസ്റ്റാഗ്രാം അവതരിപ്പിച്ച പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എഡിറ്റ്സ്. എഡിറ്റ്സ് ആണ് ഇൻസ്റ്റാഗ്രാം അവതരിപ്പിച്ച പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിൻ്റെ പതാക ഏന്തിയത് PS ജീന. PS ജീനയായിരുന്നു 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിൻ്റെ പതാക ഏന്തിയത്. നാസയുടെ ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതയായ ആദ്യ വനിത ജാനറ്റ് പെട്രോ. ജാനറ്റ് പെട്രോയാണ് നാസയുടെ ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതയായ ആദ്യ വനിത. 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിനായി ഐസ്ലാൻഡുമായി ധാരണാപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്.
ഉത്തരാഖണ്ഡാണ് 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിനായി ഐസ്ലാൻഡുമായി ധാരണാപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ലെഫ്റ്റ് വെൻട്രിക്കുലാർ അസിസ്റ്റ് ഡിവൈസ് LVAD വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി ന്യൂഡൽഹി സൈനിക ആശുപത്രി. ന്യൂഡൽഹി സൈനിക ആശുപത്രിയാണ് ഇന്ത്യയിൽ ആദ്യമായി ലെഫ്റ്റ് വെൻട്രിക്കുലാർ അസിസ്റ്റ് ഡിവൈസ് LVD വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി. കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം കവചം. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കവചമാണ് കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം. 2023-24 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. ഇന്ത്യക്ക് 7ാം സ്ഥാനമാണ്. ബ്രസീലാണ് 2023-24 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. യാത്രക്കാർക്ക് പരാതികൾ രേഖപ്പെടുത്തുന്നതിനായി നിലവിൽ വരുന്ന KSRTCയുടെ ടോൾ ഫ്രീ നമ്പർ 149 149 എന്ന ടോൾ ഫ്രീ നമ്പറാണ് യാത്രക്കാർക്ക് പരാതികൾ രേഖപ്പെടുത്തുന്നതിനായി നിലവിൽ വരുന്ന KSRTCയുടെ ടോൾ ഫ്രീ നമ്പർ. 2025 S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SK വസന്തൻ. SK വസന്തനാണ് 2025 S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത്. ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചത് സാറ ജോസഫ്. സാറ ജോസഫാണ് ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചത്. അടുത്തിടെ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ടാക്സി പ്രോട്ടോടൈപ്പ് ശൂന്യ എന്നതാണ് അടുത്തിടെ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം. ICCയുടെ എല്ലാ ടൂർണമെൻറ്റിലും ടീമിനെ ഫൈനലിലെത്തിച്ച ആദ്യ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയാണ് ICCയുടെ എല്ലാ ടൂർണമെൻറ്റിലും ടീമിനെ ഫൈനലിൽ എത്തിച്ച ആദ്യ ക്യാപ്റ്റൻ. അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ ഗാന്ധീവ. അസ്ത്ര MK3 എന്നും മുൻപറിയപ്പെട്ടിരുന്ന ഗാന്ധീവ എന്ന മിസൈലാണ് അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ. 2025 മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം രാജകുമാരി ആസ്ട്രിഡ് രാജകുമാരി. 2025 മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം രാജകുമാരിയാണ് ആസ്ട്രിഡ് രാജകുമാരി. ടെസ്ലയുടെ ഇന്ത്യയിൽ ആദ്യത്തെ ഷോറൂം നിലവിൽ വരുന്നത് മുംബൈയിലാണ് ടെസ്ലയുടെ ഇന്ത്യയിൽ ആദ്യത്തെ ഷോറൂം നിലവിൽ വരുന്നത്. അടുത്തിടെ മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ഹെൽത്ത് കെയർ AI ടൂൾ ഡ്രാഗൺ കോ പൈലറ്റാണ് അടുത്തിടെ മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ഹെൽത്ത് കെയർ AI ടൂൾ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡയറക്ടറായി ചുമതലയേറ്റത് സുമൻ കുമാറാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡയറക്ടറായി ചുമതലയേറ്റത്. സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് കൊല്ലത്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വരുന്നത്. ശബരിമലയിൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പുണ്യം പൂങ്കാവനം പദ്ധതി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് ശബരിമലയിൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പുണ്യം പൂങ്കാവനം പദ്ധതി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതി. അടുത്തിടെ ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഒസലോട്ടാണ് അടുത്തിടെ ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ്. ഇന്ത്യയിൽ ആദ്യത്തെ റോഡ് ട്രെയിൻ അവതരിപ്പിച്ചത് വോൾവോ ട്രക്സ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ റോഡ് ട്രെയിൻ അവതരിപ്പിച്ചത്. ഹിമാനികളുടെ സംരക്ഷണം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് അടുത്തിടെ കത്തയച്ച പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കാണ് ഹിമാനികളുടെ സംരക്ഷണം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് അടുത്തിടെ കത്തയച്ച പരിസ്ഥിതി പ്രവർത്തകൻ.
നിർനിമേഷനായി നിൽക്ക എന്ന നോവലിൻ്റെ രചയിതാവ്? അനിൽ വള്ളത്തോൾ. അനിൽ വള്ളത്തോളാണ് നിർനിമേഷമായി നിൽക്ക എന്ന നോവലിൻ്റെ രചയിതാവ്. 2025 പുത്തൂർ പുരസ്കാരത്തിന് അർഹനായത്? UK കുമാരൻ. UK കുമാരനാണ് 2025 പുത്തൂർ പുരസ്കാരത്തിന് അർഹനായത്. 2025 മാർച്ചിൽ ബാർബഡോസിൻ്റെ ദേശീയ ബഹുമതിയായ ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് ലഭിച്ചത്? നരേന്ദ്രമോദി. നരേന്ദ്രമോദിക്കാണ് ബാർബഡോസിൻ്റെ ദേശീയ ബഹുമതിയായ ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് 2025 മാർച്ചിൽ ലഭിച്ചത്. അടുത്തിടെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം? സുനിൽ ഛേത്രി. സുനിൽ ഛേത്രിയാണ് അടുത്തിടെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 വേദിയായിരുന്നത്? ന്യൂഡൽഹി. ന്യൂഡൽഹി ആയിരുന്നു 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടിയുടെ വേദിയായിരുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായത്? KV കുമാരൻ. കന്നഡ കൃതിയായ യാനത്തിൻ്റെ പരിഭാഷയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. KV കുമാരനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായത്. സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറിയായ ആദ്യ വനിത? ചിത്ര ചന്ദ്രമോഹൻ. ചിത്ര ചന്ദ്രമോഹനാണ് സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറിയായ ആദ്യ വനിത. കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ? ദിയ സലായ്. ദിയ സലായ് എന്നതാണ് കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ. 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത്? പ്രണവ് വെങ്കടേഷ്. പ്രണവ് വെങ്കടേഷാണ് 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത്. വിദ്യാഭ്യാസ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് സ്കൂൾ കുട്ടികളെ മുൻനിർത്തി നബാർഡിൻ്റെ പദ്ധതി നിർവഹണ ഏജൻസിയായ വിവ വൈഡ് ഇൻസ്പിറേഷൻ വൈഡ് ആസ്പിറേഷൻ നടത്തുന്ന നദീ ശുചിത്വ യജ്ഞം. 44 നദികൾ. വിദ്യാഭ്യാസ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് സ്കൂൾ കുട്ടികളെ മുൻനിർത്തി നബാർഡിൻ്റെ പദ്ധതി നിർവഹണ ഏജൻസിയായ വിവ വൈഡ് ഇൻസ്പിറേഷൻ വൈഡ് ആസ്പിറേഷൻ നടത്തുന്ന നദീ ശുചിത്വ യജ്ഞത്തിൻ്റെ പേരാണ് 44 നദികൾ. കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായ ആദ്യ വനിത? അഞ്ജു രതി റാണ. അഞ്ജു രതി റാണയാണ് കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായ ആദ്യ വനിത. ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത്? വിദ്യാ ബാലൻ. വിദ്യാ ബാലനാണ് ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.